അങ്ങനെ ദാ ഒരു വണ്ടി നിറയെ പെട്ടികളും കുട്ടികളുമായിട്ട് ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് പോവുകയാണ് കേട്ടോ. എന്താവുമെന്ന് അറിയാൻ പാടില്ല. അജിത്ത് എന്തായാലും ഭാര്യയുടെ സൺസ്ക്രീൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു വഴിക്ക് പോകല്ലെന്ന് പറഞ്ഞിട്ട് മുഖത്ത് തേക്കേണ്ട സൺസ്ക്രീൻ ആശാൻ ബോഡിയിലാണ് തേക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങളും തേച്ചേക്കാന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ഡ്രോപ്പ് എടുത്ത് തേച്ചു. ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും ഞങ്ങൾ ബസ്സിൽ പോകാനെടുത്ത തീരുമാനത്തെ ശപിച്ചിരുന്നു. പക്ഷേ സീറ്റ് കിട്ടിയപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി. എന്തായാലും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബസ് പോകുന്ന പോക്ക് കണ്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലെ ബസ് ചേട്ടന്മാർ കുറച്ച് ഭേദമാണെന്ന് തോന്നി. കാരണം അമ്മാതിരി സ്പീഡിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് മറ്റേ എങ്കേ എപ്പോഴും സിനിമയുണ്ടല്ലോ, ഒരു തമിഴ് സിനിമ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ഉപ്പുപാടങ്ങളും കുറച്ച് തരിശ് ഭൂമികളൊക്കെ കണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലെത്തി. സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് വന്നത്. കാരണം ഞങ്ങളുടെ കയ്യിലുള്ളത് ആകെ ഒരു അര ദിവസമാണ്. പിന്നെ നമ്മൾ പറയില്ലേ, പോകുന്ന സ്ഥലത്തേക്കാളും ആ കൂടെ വരുന്ന ആൾക്കാരാണല്ലോ ആ ട്രിപ്പ് മെമ്മറബിൾ ആക്കുന്നത്. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. 1 കിലോമീറ്റർ പോകാനുള്ള ദൂരത്തിന് അയാൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് 250 രൂപയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ വില പേശി 150 രൂപയൊക്കെ ആക്കി ഞങ്ങളുടെ സ്ഥലത്തേക്ക് സ്റ്റേയിലേക്ക് പോകാട്ടോ. ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് സ്റ്റേ ബുക്ക് ചെയ്തതൊക്കെ. ഓറോദാൻ ആർട്ട് ഗാലറി എന്നായിരുന്നു ഞങ്ങളുടെ സ്റ്റേയുടെ പേര്. ചെന്നപ്പോൾ ആദ്യം ഒന്ന് സ്തംഭിച്ച് പോയി. കാരണം ബുക്ക് ചെയ്ത് മാറിപ്പോയോ ഭഗവാനെ എന്നാണ് ഞങ്ങൾ പെട്ടെന്ന് ആലോചിച്ച്. കാരണം ചെന്ന് കയറുന്നൊരു ആർട്ട് ഗാലറിയിലേക്കായിരുന്നു. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ താഴെയാണ് ആർട്ട് ഗാലറി, മേളിലാണ് ഞങ്ങൾക്കുള്ള സ്റ്റേ ഉള്ളത്. 2 നിലയിലായിട്ട് സ്റ്റേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റെഡി ആയിട്ട് നേരെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആദ്യം ഫുഡ് അടിക്കണമല്ലോ. അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ നാടെന്ന് പറഞ്ഞിട്ട്. അവിടെ കയറി. സമയം 4 മണി കഴിഞ്ഞുകൊണ്ടും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ബിരിയാണി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് ബിരിയാണി പോരട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ചിക്കനും മട്ടനും ബീഫും ചെമ്മീനും ഫിഷും എല്ലാം പറഞ്ഞു. അതിലുള്ള മെയിൻ സാധനങ്ങൾ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ചോറും അതിൻ്റെ ഉള്ള ഗ്രേവിയൊക്കെ സെയിം ആയിരുന്നു. പിന്നെ കുറ്റം പറയുകയാണ്, ഞങ്ങളെല്ലാവരും ഇരുന്ന് മുണങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.